BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. SSLC പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 99.07% വിജയം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. വകുപ്പ് മന്ത്രി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കില്ലെന്ന പ്രത്യേകത ഇത്തവണയും ഉണ്ട്. 4,10,456 പേർ പരീക്ഷ എഴുതി. 30,514 പേർ എല്ലാ വിഷയത്തിലും A+ നേടി. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകും. 3.5 കോടി മലയാളികൾക്ക് കാവലാളാകുവാൻ നിയോഗിച്ചത് സഖാവ് പിണറായി വിജയനെ. പ്രതിപക്ഷം എന്താണെന്ന് ഈ നാട് ഒരിക്കൽ കൂടി അറിയും. പി സരിൻ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത തീരുമാനത്തെ പുകഴ്ത്തി CPIM നേതാവ് പി സരിൻ. 3.5 കോടി മലയാളികളുടെ ജനാധിപത്യ ബോധ്യങ്ങൾക്ക് കാവലാളാകുവാൻ 35 സീറ്റുകളുള്ള ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത് സഖാവ് പിണറായി വിജയനെയാണ്. കേരളം കുതിക്കേണ്ടുന്നതിന് പകരം അവനവന്റെ പങ്ക് പറ്റുന്നതിനും വീതം വയ്ക്കുന്നതിനും മാത്രം UDF മുതിരുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷം എന്താണെന്ന് ഈ നാട് ഒരിക്കൽ കൂടി അറിയും. മഴ കനക്കുന്നു. സീസണിലെ ആദ്യ ഓറഞ്ച് അലർട്ട്. ഇന്ന് 2 ജില്ലകൾക്ക് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാലവർഷം എത്തും മുൻപേ സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. സീസണിലെ ആദ്യ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മധ്യ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നരേന്ദ്രമോദി UAE-യിൽ ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ UAE ധാരണാപത്രങ്ങൾ കൈമാറി. UAE-യിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടെത്തി സ്വീകരിച്ച് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. UAE-ക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. രാവിലെ പ്രാദേശിക സമയം 11:15 നരേന്ദ്രമോദി അബുദാബിയിൽ വിമാനമിറങ്ങിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. 3 ദിവസത്തെ ചൈന സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങി. 3 ദിവസത്തെ ചൈന സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങി. കൂടിക്കാഴ്ച വിജയകരവും മറക്കാനാകാത്തതുമാണെന്ന് ട്രംപ്. ചരിത്രപരവും നാഴികക്കല്ലുമാണ് സന്ദർശനമെന്ന് ഷീ ജിൻപിങ്. ഇറാന് സൈനിക സഹായം നൽകില്ലെന്ന് ചൈന ഉറപ്പ് നൽകിയതായി ട്രംപ്. ഇറാൻ യുദ്ധം ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലായിരുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. തായ്വാനെ സംബന്ധിച്ച് അമേരിക്കൻ നിലപാടിൽ മാറ്റമില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. BJP നേതൃത്വത്തിന് സാമാന്യ ബോധം വേണം. എന്തുകൊണ്ട് കോമാളി നിലവാരത്തിൽ കാണുന്നു എന്നതിന് വേറെ ഉദാഹരണം വേണ്ട. VT ബൽറാം. KSRTC ബസ്സുകളിൽ ഉടൻ സൌജന്യയാത്ര അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള BJP സമരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നിയുക്ത MLA VT ബൽറാം. എന്തുകൊണ്ടാണ് ഇവരെ ഒരു കോമാളി നിലവാരത്തിൽ മലയാളികൾ കാണുന്നത് എന്നതിന് ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേണ്ടെന്ന് ബൽറാം പരിഹസിച്ചു. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്താൽ മാത്രമേ നയപരമായ എന്തെങ്കിലും തീരുമാനമെടുക്കുവാനും ഉത്തരവിറക്കുവാനും കഴിയൂ എന്ന സാമാന്യ ബോധം പോലും BJPയുടെ നേതൃതലങ്ങളിലുള്ളവർക്ക് ഇല്ലാതെ പോകുന്നത് എത്ര ദയനീയമാണെന്ന് ബൽറാം ചൂണ്ടിക്കാട്ടി. ബസ്സിൽ ഒഴിക്കുവാനുള്ള ഡീസലിനും പെട്രോളിനുമൊക്കെ ഇന്ന് രാവിലെ 3.5 രൂപ വർദ്ധിപ്പിച്ച ആളുകളുടെ ഫോട്ടോ മുകളിൽ വെച്ചാണ് സമരത്തിന്റെ പോസ്റ്റർ എന്നതും കൌതുകകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ ഫോട്ടോ പോസ്റ്ററിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. ഫറൂഖ് സ്വദേശി ചികിത്സയിൽ. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. ഫറൂഖ് സ്വദേശിയായ 19-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 9 വയസ്സുകാരനും ചികിത്സയിൽ തുടരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.